എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളൊക്കെ ജോലി ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് തൊഴിലാളികളുണ്ടാകും, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, പലതരത്തിൽപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഒരു ടൈം ഉണ്ടാവും ഇല്ലേ? ഒരു ജോലി സമയം ഉണ്ടാവും. എല്ലാവർക്കും ജോലി സമയം ഉണ്ടാവും. കാലത്ത് 10 തൊട്ട് 5 വരെ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി. അതൊക്കെയാണ് ഇവിടുത്തെ ഇതൊരു രീതി. എൻ്റെ ഈ പറയുകയാണെന്ന് ചാലക്കുടി നഗരസഭയുടെ MCF എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് നിക്ഷേപിക്കും. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ചേച്ചിമാരുടെ ഡ്യൂട്ടി ടൈം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിപാടുമില്ല. ആദ്യം ഈ സംഭവം 5 മണി വരെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 7 മണി തൊട്ട് 3 മണി വരെ ആക്കി. 7 മണി വരെയായിട്ട് 3 മണി ആക്കി. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഏകദേശം ഒരു 5:15 കഴിഞ്ഞു. ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടി ഇവിടെ എത്തിച്ചേർന്ന് ഇപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാർ നിൽക്കുന്നുണ്ട്. അവരിനി ഇതിപ്പോൾ ഇറക്കി ഏകദേശം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 6 മണി കഴിയും. എന്തൊരു കഷ്ടമാണ് നോക്കിയാൽ. ഈ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയും അത് കൊണ്ടുവരികയും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ അവർക്കൊരു A ഗ്രേഡ് കൊടുക്കണം. കാരണം നമ്മളൊക്കെ ഇവിടെ വൈറ്റ് ഷർട്ടും മറ്റേ സൂട്ടും കോട്ടും അതല്ലെങ്കിൽ വെള്ളക്കോളറുമായി പോകുമ്പോൾ നമ്മൾ തള്ളണ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കണ കുറേ ചേച്ചിമാരാണ് ഇവിടെ വർക്ക് ചെയ്യണത്. ഇവർക്കും ഇല്ലേ ഒരു ഡ്യൂട്ടി സമയം? തൊള്ളേ തോന്നണ സമയമാണോ ഇരിക്കണേ? ചാലക്കുടി നഗരസഭയിൽ മാത്രമാണ് ഈ വക പരിപാടി. തോന്നിയ മാതിരി തോന്നിയ രീതിയിൽ. ഞാനിത് മുൻപേ ഒരു തവണ ഞാനൊരു സ്ഥലത്ത് ഇവരിങ്ങനെ നിൽക്കണപ്പോൾ ഞാൻ സംശയം തോന്നിച്ചാൽ ഈ ചൂടുള്ള കാരണം കൊണ്ടാണ്, ചൂടിൻ്റെ ആധിക്യം കൊണ്ടാണ് ഇത് ഈ 3 മണി വരെയാക്കി മാറ്റിയത്. 3 മണിയിൽ നിന്ന് 4 മണി 5 മണി കഴിഞ്ഞ് 6 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തണേ. എന്തൊരു കഷ്ടമാണത് ഈ വക പരിപാടികൾ. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജോലി പോകുന്നൊക്കെ പേടിച്ചിട്ടാണെന്ന് ഇവരൊന്നും പറയില്ല. എന്തായാലും ഇവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാനുള്ള പരിപാടിയാണ്. ഇത് വളരെ ശോചനീയമായൊരു ഇടപെടലാണ്. കൃത്യമായിട്ട് ഇവർക്കും ഉണ്ടൊരു ഡ്യൂട്ടി സമയം. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് ചെല്ലാനായിട്ടാണ്. ഇവർക്കില്ലേ വീടും കുടുംബമൊക്കെ. ഇവരെയും കാത്തിരിക്കുന്ന കൊച്ചുമക്കളും ഭർത്താവും ഇതൊക്കെ ഇവർക്കും ഇല്ലേ? ഇവർ മനുഷ്യരല്ലേ, അല്ലാണ്ട് വേറെ വല്ല സംഗതിയാണോ? അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ തീർച്ചയായിട്ടും നഗരസഭയുടെ ഒരു ഇടപെടൽ വേണം. ഞാനിത് പറയണത് എന്നിട്ടെന്നറിയാം, തലയിൽ കുറച്ച് ബോധം വിവരമുള്ള കുറച്ച് നേതാക്കന്മാർ അവിടെ ഉണ്ട്. അവർ മനസ്സിലാക്കി ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പാവങ്ങൾ ഇത് ശാപം കിട്ടും. ഈ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഈ മാലിന്യത്തിൽ കിടന്ന് കിഴാളം പറഞ്ഞ് അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീണ്ടും ഈ 6 മണി വരെ കുറ്റങ്ങളെ നിർത്തി ഇങ്ങനെ പരിപാടി ചെയ്യുന്നത് ശരിയല്ല. ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ ഇപ്പോൾ ചേട്ടൻ്റെ വൈഫ് അതിൽ പണിയെടുക്കുന്ന ഒരാളാണ്. ഇത് എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്? എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? വീട്ടിൽ ആദ്യമൊക്കെ 9 മണിക്ക് ഇവിടെ എത്തി മതിയിരുന്നു. അത് പിന്നെ 5 മണിക്ക് കഴിഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോൾ വീട്ടിലെത്തുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞ വെയിലായത് കൊണ്ട് 7 മണി തൊട്ട് 3 മണി വരെ ആക്കി. പക്ഷേ 5:30ക്ക് 6 മണിക്ക് വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞ് ഇപ്പോഴും വീട്ടിലെത്തുന്നത് 6 മണിയായിട്ടാണ്. വണ്ടി ഇല്ലെന്നുള്ളതാണ് പോരായ്മ പറയണത്. വണ്ടി ഓടിക്കാൻ വണ്ടി ഏർപ്പാട് ചെയ്താലല്ലേ ഈ 51 സഹോദരിമാർ പണിയെടുത്ത് കഴിയുമ്പോൾ അവർ വീട്ടിലെത്താനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. ഒന്നിലൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കുക, അതിനുള്ള സൗകര്യം ചെയ്യുക. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ് ചാലക്കുടി നഗരസഭ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്നുണ്ട്, അവരെ പുകഴ്ത്തി പാടുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ബുദ്ധിമുട്ട്, ചാലക്കുടി നഗരസഭ വൃത്തിയാക്കുന്ന ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ലാത്തൊരവസ്ഥയായി. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. ഒരു വണ്ടിയും കൊണ്ടാണ് ഈ 51 ഒരു വാർഡ് മുഴുവനും ക്ലീൻ ചെയ്യണത്. എത്ര സമയം വേണം? എത്ര ലോഡ് കൊണ്ടുവന്നാൽ ഇത് കഴിയുക? അപ്പോൾ ആ സമയം വരെ ലോഡ് കയറ്റുന്നവരും കാത്തു വയ്ക്കണം. ആ വീടുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട്, കടകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ ലോഡ് കയറ്റുന്ന വണ്ടി വരുന്നവരെ കാത്തു വയ്ക്കണം. അത് കഴിഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തട്ടുന്നത് വരെ കാത്തു വയ്ക്കണം. ഒരു വണ്ടിയും കൂടി ഉണ്ടെങ്കിൽ ഇതിന് എല്ലാ പരിഹാര മാർഗ്ഗം എത്തും. അത് ചെയ്യാനുള്ള മനസ്സ് ഈ സഹോദരിമാരോട് അല്പമെങ്കിലും ദയവ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.